Okay, so now we are discussing about set transform. Okay, and now we can discuss the properties of set transform. Okay, നമ്മൾ ഇനി ഇതിൽ പഠിക്കുന്ന ലാസ്റ്റ് ട്രാൻസ്ഫോം ആണ് നമ്മുടെ ഈ സിക്കിൾ സൈൻ സിസ്റ്റത്തിൻ്റെ ഈ സിലബസിലുള്ള ലാസ്റ്റ് ട്രാൻസ്ഫോം ആണ് സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസും അപ്പം നമ്മൾ ഞാൻ മുന്നേ പറയുന്ന പോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് സിസ്റ്റമാറ്റിക് ഒരു ഓർഡറിൽ പഠിക്കാം. ഓക്കെ, എല്ലാ ട്രാൻസ്ഫോംസും. ഓക്കെ, അപ്പം എല്ലാ ട്രാൻസ്ഫോമിനും എന്താണ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ്. ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും. ഒന്നും അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചോദിക്കും. ഓക്കെ, അത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഈ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി തന്നിട്ട് അത് പ്രൂവ് ചെയ്യാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, എല്ലാ പ്രോപ്പർട്ടിയും പോലെ തന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണ്? If x1 of n set transform is x1 of z and x2 of n set transform is x2 of z, then ax1 of n plus bx2 of n set transform is ax1 of z plus bx2 of z. Okay, this is linearity property. Okay, and ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കേസ് ഇഫ് x1 of n ന്റെ ട്രാൻസ്ഫോം x1 of z ആണെങ്കിൽ അതിൻ്റെ ROC നമ്മൾ ROC 1 എടുക്കും. സെക്കൻഡ് കേസ് ROC 2 എടുക്കും. ഓക്കെ, സോ ദ കമ്പൈൻഡ് ROC വിൽ ബി ROC 1 ഇന്റർസെക്ഷൻ ROC 2. ഓക്കെ, നമ്മൾ മാത്സിലൊക്കെ പഠിച്ചതാണല്ലേ, ഇന്റർസെക്ഷൻ എന്താണ്, യൂണിയൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ സെറ്റ് പ്ലെയിനിലേക്ക് വരക്കുകയാണെങ്കിൽ ഇപ്പം രണ്ട് റേഡിയസ് വാല്യൂസ് കിട്ടുന്നുണ്ട്. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്, രണ്ട് സെക്ഷൻസ് ഉണ്ട്. സോ രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ സർക്കിൾസ് വരക്കും. ആ രണ്ട് റേഡിയസ് വാല്യൂസും വെച്ചിട്ട് സർക്കിൾസ് വരക്കും. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ROC ഏത് ഇൻസൈഡ് സർക്കിൾ ആണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർക്കിൾ ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു കണ്ടീഷനിൽ ഫസ്റ്റ് സർക്കിൾ വിത്ത് റേഡിയസ് 1 second. First circle with the radius A and second circle with the radius B ആണെങ്കിൽ mod z greater than A എന്നാണ് ഒരു ROC and next ROC mod z less than B എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക, സർക്കിൾ വിത്ത് റേഡിയസ് എന്റെ ഔട്ടർ സൈഡിലേക്കായിരിക്കും ROC ഉണ്ടാവുക അല്ലെ, ഇതുപോലെ. ഇനി സർക്കിൾ വിത്ത് റേഡിയസ് ബി സെക്കൻഡ് കേസ് നോക്കുക, അതിന്റെ ഇന്നർ സൈഡിലേക്കായിരിക്കും അതിന്റെ ROC ഉണ്ടാവുക. നമ്മൾ എടുക്കുന്ന കമ്പൈൻഡ് ROC എന്താണ്, ഈ രണ്ടിന്റെ ഇന്റർസെക്ഷൻ ആണ് അല്ലെ. ROC 1 ROC 2 ഇന്റർസെക്ഷൻ ആണ്. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. That is, if x of n set transform is x of z, then x of n minus n0 set transform is z raised to minus n0 into x of z. Z raised to minus n0 into x of z. ഓക്കെ, അവിടെ ഫോറിയർ ട്രാൻസ്ഫോമും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ അവിടെ e raised to j omega 0 minus അങ്ങനെയുള്ള ടേംസ് ആണ് വരിക. ഇത് സെറ്റ് ട്രാൻസ്ഫോം ആയതുകൊണ്ട് z raised to minus n0 into x of z. Okay, and third one is time reversal. If x of n set transform is x of z, then x of minus n set transform is x of z raised to minus z. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഓഫ് എൻ എന്ന് പറയുന്നത് 1/1 മൈനസ് സെറ്റ് ഇൻവേഴ്സ് ആണ്. ഇത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂസ് ആണ്, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഓക്കെ, ദെൻ യു ഓഫ് മൈനസ് എൻ വിൽ ബി 1/1 മൈനസ് സെറ്റ് ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ്. സോ 1/1 മൈനസ് സെറ്റ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് പ്രോപ്പർട്ടീസ് വിത്ത് എക്സാമ്പിൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർട്ടി നെയിം എഴുതുക, ദെൻ അതിനെ ഡിഫൈൻ ചെയ്യുക, ദെൻ ഇതുപോലൊരു എക്സാമ്പിളും കാണിക്കുക. ഓക്കെ, പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ വൈവൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പ്രോപ്പർട്ടീസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. എന്താണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അത് പറയണം, ഈ ഒരു കണ്ടീഷൻ പറയണം. ഓക്കെ, എന്താണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഈ ഒരു കണ്ടീഷൻ പറയണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. Then fourth one, differentiation in set domain or multiplication by n in time domain. Okay, that is, if x of n set transform is x of z, then
n into x of n, Z transform will be minus Z into d by dz of x of z. Okay, minus Z into d by dz of x of z. അതിന് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. If a raised to n u of n, its Z transform is Z by Z minus a. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 1 minus a into Z inverse. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കി ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കൺവേർട്ട് ചെയ്ത് എഴുതാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ സെഡ് ചെയ്യുവാണെങ്കിൽ സെഡ് ബൈ സെഡ് മൈനസ് എ എന്ന് എഴുതാം. ഈ സ്റ്റാൻഡേർഡ് ഫോമിലും എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെയും എഴുതാം. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ സെഡ് ട്രാൻസ്ഫോമിൽ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഒന്നുമില്ല, നമുക്ക് ഫൈനലി കിട്ടുന്ന ഒരു ഈക്വേഷൻ ഉണ്ടാവുമല്ലോ. എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ ഇൻറ്റു സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1 by 1 minus a ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ അതിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തൊരു സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എ റൈസ് ടു എൻ യു ഓഫ് എൻ ഇൻറ്റു സെഡ് ട്രാൻസ്ഫോം ഈസ് സെഡ് ബൈ സെഡ് മൈനസ് എ. ദെൻ what is the set transform of n into a raised to n u of n? അതാണ് ഡിഫറൻസിയേഷൻ ഇൻ സെറ്റ് ഡൊമെയിൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ n ഇൻ ടൈം ഡൊമെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഡൊമെയിനുള്ള ഒരു സിഗ്നലിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് സെറ്റ് ട്രാൻസ്ഫോം വിൽ ബി ഇൻ ഡിഫറൻഷ്യൽ ഫോം. ദാറ്റ് ഈസ് മൈനസ് സെഡ് ഇൻറ്റു d by dz of z by z minus a. That is minus z into d by dz of x of z. Okay, x of z ന്റെ വാല്യൂ എത്രയാണ്? a raised to n u of n ന്റെ x of z എത്രയാണ്? z by z minus a ആണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ n a raised to n u of n z transform is minus z into d by dz of z by z minus a. അതിന്റെ ഡിഫറൻഷ്യൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Final answer, that is a z by z minus a whole square. Okay, then fifth one is convolution property. If x1 of n z transform is x1 of z and x2 of n z transform is x2 of z, then x1 of n convolution x2 of n z transform is x1 of z into x2 of z. ഓക്കെ, നിങ്ങൾ ഈ ടേംസ് ഒക്കെ പറയുമ്പോൾ അതേപോലെ തന്നെ പറയണം കേട്ടോ. ഇപ്പം വൈവ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും വൈവിലൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ x1 of n കൺവല്യൂഷൻ x2 of n തന്നെ പറയണം. x1 of n into x2 of n അങ്ങനെയൊന്നും പറയാൻ പാടില്ല. x1 of n കൺവല്യൂഷൻ ടൈം ഡൊമെയിനിലാണെങ്കിൽ കൺവല്യൂഷൻ ആണ്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് സെറ്റ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് അതിനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ x1 of n കൺവല്യൂഷൻ x2 of n സെറ്റ് ട്രാൻസ്ഫോം ഈസ് x1 of z into x2 of z. ഓക്കെ, സോ അതാണ് ഫിഫ്ത്ത് പ്രോപ്പർട്ടി. അപ്പം നിങ്ങൾക്ക് സെറ്റ് ട്രാൻസ്ഫോമിൽ ഈ ഒരു 3-4 പ്രോപ്പർട്ടീസേ ഉള്ളൂ. എല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് തന്നെയാണ്. പിന്നെ അത് സെറ്റ് ട്രാൻസ്ഫോമിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ട് ഒരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. അക്ഷയ്, വൈഷ്ണവ് ഇവരൊക്കെ ആബ്സെന്റ് ആണോ? അശ്വിൻ പ്രസന്റ് ആണല്ലേ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. Find the set transform and ROC of the sequences. Find the set transform and ROC of the sequences. X of 1 second.
Question എടുത്ത് എഴുതുള്ളൂ. Find the set transform and ROC of the sequences x of n is equal to u of n minus 2 into x of n is equal to u of n minus 2 into 2 by 3 whole raised to n u of n. X of n is equal to u of n minus 2 into 2 by 3 whole raised to n u of n. ചെയ്ത് നോക്കിയേ, ഇത് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം എന്ന് പറഞ്ഞേ. അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആൻഡ് ആർ ഒ സി ഓഫ് ദ സീക്വൻസ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു യു ഓഫ് എൻ മൈനസ് 2 ഇൻറ്റു 2 by 3 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ. ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഏത് പ്രോപ്പർട്ടിയാ? ടൈം ഷിഫ്റ്റിംഗ്. ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ് മാത്രം മതിയോ? നോക്കിയേ, യു ഓഫ് 2 ഇൻറ്റു യു ഓഫ് എൻ ഇൻറ്റു 2 by 3 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. സോറി, ഇവിടെ ഇൻറ്റു ചെയ്യേണ്ട, കൺവല്യൂഷൻ എഴുതിയാൽ മതി. യു ഇൻറ്റു യു ഓഫ് എൻ എൻ മൈനസ് 2 കൺവല്യൂഷൻ 2 by 3 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ എഴുതിക്കോളും, എന്നാലും നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. ഇൻറ്റു ചെയ്യേണ്ട. ഫൈൻഡ് ദ സെറ്റ് ട്രാൻസ്ഫോം ആൻഡ് ആർ ഒ സി ഓഫ് ദ സീക്വൻസ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു യു ഓഫ് എൻ മൈനസ് 2 കൺവല്യൂഷൻ 2 by 3 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ എഴുതിക്കോളും. ഇപ്പൊ പറഞ്ഞ ഏതൊക്കെ പ്രോപ്പർട്ടിയാ? ഏതൊക്കെ പ്രോപ്പർട്ടീസാ? കൺവല്യൂഷൻ പ്രോപ്പർട്ടി വരില്ലേ? ഓക്കെ, അപ്പം എന്തൊക്കെ വരും? ഒന്ന് ടൈം ഷിഫ്റ്റിംഗ് വരും അല്ലേ, യു ഓഫ് എൻ മൈനസ് 2 ആണ്, ടൈം ഷിഫ്റ്റിംഗും വരും. പിന്നെന്താണ്? ദാറ്റ് കൺവല്യൂഷൻ 2 by 3 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് വരും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ? അതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പറയണം, ഫസ്റ്റ് സ്പെസിഫൈ ചെയ്യണം എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ബൈ യൂസിങ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്തായിരുന്നു കൺവല്യൂഷൻ പ്രോപ്പർട്ടി? നിങ്ങൾ പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യണോ, ആ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് അവിടെ ഡിഫൈൻ ചെയ്യാൻ വേണം. ഓക്കെ, x1 of n കൺവല്യൂഷൻ x2 of n, ഇറ്റ്സ് ഫോറിയർ സോറി സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? x1 of z ഇൻറ്റു x2 of z. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം? x1 of z കണ്ടുപിടിക്കാം. x1 of z എന്താണ്? ദാറ്റ് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് x1 of n ആണ് അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് u of n minus 2 എന്താണ്? എന്താണ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് u of n minus 2 എന്താണ്? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് u of n എന്താണ്? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് u of n എന്താണ്?
സെറ്റ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ എന്താണ്? ദാറ്റ് ഈസ് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 1/1 മൈനസ് സെറ്റ് ഇൻവേഴ്സ്. ഓക്കെ, അത് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 എഴുതും. ഓക്കെ, സെറ്റ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ എന്ന് പറയുന്നത് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ആണ്. സോ വാട്ട് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ മൈനസ് 2? എന്താണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? എന്തായിരുന്നു? ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണ്? ഇഫ് എക്സ് ഓഫ് എൻ മൈനസ് എൻ സീറോ ആണെങ്കിൽ അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? സെറ്റ് റൈസ് ടു മൈനസ് എൻ സീറോ ഇൻറ്റു എക്സ് ഓഫ് സെഡ് ആണ് അല്ലേ? അപ്പോൾ സെറ്റ് റൈസ് ടു മൈനസ് എൻ സീറോയുടെ സെറ്റ് റൈസ് ടു എൻ സീറോ എന്ന് പറയുന്നത് നമുക്ക് എന്താ ഉള്ളത്? യു ഓഫ് എൻ മൈനസ് 2 ആണ്. ഓക്കെ, സോ സെറ്റ് സ്ക്വയർ അല്ല, സെറ്റ് റൈസ് ടു മൈനസ് 2. ഓക്കെ, സെറ്റ് റൈസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് സെഡ് വരും. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് റൈസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് സെഡ് വരും. എന്താണ് എക്സ് ഓഫ് സെഡ്? സെറ്റ് ബൈ സെറ്റ് മൈനസ് 1. ക്ലിയർ ആണോ? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ മൈനസ് 2 എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വരും. യു ഓഫ് എന്നിനെ 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, സോ യു ഓഫ് എന്നിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? ദാറ്റ് ഈസ് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1. ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? സെറ്റ് റൈസ് ടു മൈനസ് എൻ സീറോ. ഇവിടെ എൻ സീറോന് പകരം 2 ആണുള്ളത്. സോ സെറ്റ് റൈസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് സെറ്റ്, ദാറ്റ് ഈസ് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1. ഓക്കെ, ഇവിടെ കാണിക്കുക ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ ജസ്റ്റ് കാണിക്കുക. ഓക്കെ, then what is x2 of z? x2 of z എന്താണ്? x2 of z is equal to z transform of x2 of n. That is equal to what? Z transform of 2/3 whole raised to n into u of n. What is Z transform of 2/3 whole raised to n u of n? എന്താണ്? ടു ബൈ ത്രീ ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ എന്താണ്? അത് ഇക്വേഷൻ ഒന്നും വെച്ച് നോക്കണ്ട, നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അറിയുന്നതാണ്. ഇത്ര മാത്രം നോക്കിയാൽ മതി. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ എന്ന് പറയുന്നത് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ആണ്. ബിക്കോസ് യു ഓഫ് എന്നിന് കോഎഫിഷ്യൻസ് ഒന്നുമില്ല. സോ സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ആണ്. ഇനി അതിന് പകരം സെറ്റ് ട്രാൻസ്ഫോം ഓഫ് 2/3 ഹോൾ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ യു ഓഫ് എന്നിന് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്. അതെന്താണ്? 2/3 ഹോൾ റേസ് ടു എൻ ആണ്. അപ്പോൾ അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എങ്ങനെ വരും എന്ന് വെച്ചാൽ സെറ്റ് ബൈ സെറ്റ് മൈനസ് 2/3. ഓക്കെ, നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, 1/1 മൈനസ് 2/3 ഇൻറ്റു സെറ്റ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും വിത്ത് സെറ്റ്. സോ ഫൈനലി വി വിൽ ഗെറ്റ് സെറ്റ് ബൈ സെറ്റ് മൈനസ് 2/3. ഇനി യു ഓഫ് എന്നിന്റെ അടുത്ത് എന്താണോ കോഎഫിഷ്യൻസ് ഉള്ളത് അതൊക്കെ ഈ സെറ്റ് ബൈ സെറ്റ് മൈനസ് എന്ന് പറഞ്ഞിട്ട് ആ ടേം വരും. അങ്ങനെ ചിന്തിച്ച് വെച്ചാൽ മതി. അങ്ങനെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുക. ഓക്കെ, നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ബട്ട് നമ്മൾ ഇതുപോലെ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഇത് ആവശ്യമാണെങ്കിൽ അത് മാത്രം കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ വെച്ച് ചെയ്യണമെന്നില്ല. നമുക്ക് മുന്നേ ഒക്കെ ചെയ്ത പോലെ ലാപ്ലാസ് ടേംസിന്റെ കേസിലൊക്കെ നമ്മൾ ചെയ്ത പോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക. വാട്ട് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ, വാട്ട് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ യു ഓഫ് എൻ, ആ ടേംസ് ഒക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കതിങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് 2/3 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ എന്താണ്? സെറ്റ് ബൈ സെറ്റ് മൈനസ് 2/3. ഓക്കെ, അപ്പോൾ x1 ഓഫ് സെറ്റ് കിട്ടി, x2 ഓഫ് സെറ്റ് കിട്ടി. ഇനി നമുക്ക് കൺവല്യൂഷൻ കണ്ടുപിടിച്ചൂടെ? എന്താണ്? u of n minus 2 convolution u of 2/3 whole raised to n into u of n is equal to what? അല്ലെങ്കിൽ അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? 1 by അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? x1 of z into x2 of z ആണ്. x1 of z എന്താണ്? z raised to minus 2 into z by z minus 1 അല്ലേ? സോ z raised to minus 2 into z by z minus 1 multiplied by x2 of z എന്താണ്? This value z by z minus 2/3. Okay, so x2 of z z by z minus
2/3. Okay, so ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ z raised to minus 2 means z by z square into z minus 1. That is into z by z minus 2/3. So numerator denominator z cancel ചെയ്യും. Finally 1 by z into z minus 1 into 2 by z minus 2/3 into z by z minus 2/3. Okay, ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതുവാണെങ്കിൽ z by z, ez and ez cancel ചെയ്തു പോകും. So finally 1 by z minus 1 into z minus 2/3. ഇതായിരിക്കും ആൻസർ. u of n minus 2 convolution 2/3 whole raised to n into u of n. ഇതിൻ്റെ ആൻസർ 1 by z minus 1 into z minus 2/3. ക്ലിയർ ആണോ? ഓക്കെ, എന്താണ് നമുക്കിവിടെ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ യു ഓഫ് എൻ മൈനസ് 2 കൺവല്യൂഷൻ ആ ഒരു സിമ്പിൾ ഇല്ലെങ്കിലും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ടൈം ഡൊമെയിനിലാണെങ്കിൽ കൺവല്യൂഷൻ ആണ് പറയാം. ഓക്കെ, അതിൽ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്കോ ഇതുപോലെ സെറ്റ് ഡൊമെയിൻ എക്സ്പ്ലെയിനിലേക്കോ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത് മൾട്ടിപ്ലൈ എന്നുള്ള പോയിന്റ് വരും, മൾട്ടിപ്ലൈ എന്നൊരു ടേം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം യു ഓഫ് എൻ മൈനസ് 2 ഇൻറ്റു 2/3 ഹോൾ റേസ്ഡ് 1 യു ഓഫ് എൻ ആണ് കാണുന്നതെങ്കിലും അത് കൺവല്യൂഷൻ ആണ്. ഓക്കെ, കൺവല്യൂഷൻ ആണ്. ടൈം ഡൊമെയിനിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, കൺവല്യൂഷൻ ആണ്. ഓക്കെ, അപ്പം ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, ഏതാണ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതെന്ന് പറയണം. ബൈ യൂസിങ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി പറയണം. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ആ പ്രോപ്പർട്ടി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഒരു സ്റ്റെപ്പിൽ ഡിഫൈൻ ചെയ്യണം. ഇതിന് ഓരോന്നിനും മാർക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, x1 of z കണ്ടുപിടിക്കുക. അതെന്താണ്, യു ഓഫ് എൻ മൈനസ് 2 ആണ്. അവിടെയും ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ടി വരും, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, അത് യൂസ് ചെയ്ത് x1 of z കണ്ടുപിടിക്കുക. ദെൻ x2 of z കണ്ടുപിടിക്കുക. ഇതിനൊക്കെ ഞാൻ ഒരു ടേബിൾ കാണിച്ചു തരാം. അതിലുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ജസ്റ്റ് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഈ സ്റ്റെപ്പ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? റൈറ്റിംഗ്സ് അത്ര ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, സോ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫൈനലി വി വിൽ ഗെറ്റ് 1 by z minus 1 into z minus 2/3. ഓക്കെ, സോ ഒരു ന്യൂമറിക്കൽ കൂടി ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാൻ പറയില്ല, നിങ്ങളോട് ജസ്റ്റ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനേ പറയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന എക്സ് ഓഫ് എന്നിനെ നമുക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, അങ്ങനെ പറ്റില്ലെങ്കിൽ മാത്രമേ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ബിക്കോസ് ഇങ്ങനെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കാണുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നിന്നാൽ അത് കുറച്ച് ചെയ്യാനുണ്ടാവും, പിന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് ഏറ്റവും ബെറ്റർ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ബൈ യൂസിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ മാത്രം ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിയെടുത്തോളൂ. ഫൈൻഡ് ദ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ദ സീക്വൻസ് find the set transform of the sequence x of n is equal to minus n into 1/3 whole raised to n into u of minus n minus 1 minus n into 1/3 whole raised to n u of minus n minus 1. ഇതെങ്ങനെ ചെയ്യാം നോക്കിയേ, ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം?
ഇത് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം? ഓക്കെ ഓക്കെ, അതിൽ ROC പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ, ഇതിൽ നമ്മളോട് ROC കൂടി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അത് അങ്ങനെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും ROC നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന്റെ ROC എങ്ങനെ എഴുതാം നോക്കിയേ, 2 ടേംസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? 2 ടേമിലെ ROC കണ്ടുപിടിച്ചിട്ട് കമ്പൈൻ ചെയ്തുള്ള ROC ആയിരിക്കും അതിന്റെ ഫൈനൽ ROC, കോമൺ ROC. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഫസ്റ്റ് x1 ഓഫ് z എന്ന് പറയുന്ന ടേമിന്റെ ROC എന്ത് വരും? x1 ഓഫ് z എന്ന് പറയുന്ന ടേമിന്റെ ROC എന്ത് വരും? ഇവിടെ നോക്കുക, നമ്മൾ ഈ u ഓഫ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് u ഓഫ് n മൈനസ് 2 എന്നുള്ള അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം ഒറ്റ സ്റ്റെപ്പിൽ നമ്മളിവിടെ എഴുതി. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുക? ഇക്വേഷൻ യൂസ് ചെയ്തു, അതിനെ സ്റ്റാൻഡേർഡ് സമ്മേഷൻ ഇക്വേഷന്റെ ഫോമിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ് സമ്മേഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. എന്താണ്? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളൊരു കേസ് അല്ലെ? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ഓർമ്മയില്ലേ? ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ എക്സ് ഓഫ് എൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ദി സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് സീക്വൻസിൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ ആണ്. അപ്പോൾ യു ഓഫ് എൻ പറയുന്ന സമയത്ത് അതിലെന്താണ്? നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്തു, 1/1 - സെറ്റ് ഇൻവേഴ്സ് അങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓൺലി ഈഫ് എപ്പോഴാണ് മോഡ് സെറ്റ് ഇവിടെ തന്നിരിക്കുന്ന ഈ പാർട്ട്, ദാറ്റ് ഈസ് മോഡ് എ ലെസ് ദാൻ 1 എന്നുള്ള കേസാണ്. ഓക്കെ, മോഡ് എ ലെസ് ദാൻ 1, ഇവിടെ എക്ക് പകരം സെറ്റ് ഇൻവേഴ്സ് ആണുള്ളത്. സോ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസാണ് അതിന്റെ ROC വരിക. ഓക്കെ, അതേ സെയിം ROC ആണ് ഇവിടെയും വരിക. അതേ സെയിം, കാരണം ഇവിടെ u ഓഫ് n മൈനസ് 2 എന്നാണ്, ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് ഉണ്ട്. ബട്ട് എന്നാലും എക്സ് ഓഫ് സെറ്റ് എന്താണ്? സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് 1/1 മൈനസ് സെറ്റ് ഇൻവേഴ്സ് ആണ്. 1/1 മൈനസ് സെറ്റ് ഇൻവേഴ്സ് ഓൺലി ഈഫ് എന്താണ്? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, സോ ഇതിന്റെ ROC എന്തായിരിക്കും? ROC 1 എന്താണ്? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 2 ടേം ഉണ്ട്. സോ 2 ടേമിന്റെയും എക്സ് ഓഫ് സെറ്റ് സെപ്പറേറ്റ് കണ്ടിട്ട് അതിന്റെ സെപ്പറേറ്റ് ROC 1 ആൻഡ് ROC 2 കണ്ടുപിടിക്കണം. എന്നിട്ട് ഫൈനലി അത് കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും കോമൺ ROC. അപ്പൊ ഫസ്റ്റ് x1 ഓഫ് സെറ്റിന്റെ ROC എന്താണ്? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ് വരിക. അത് എങ്ങനെയാണ്? ഇവിടെ ശ്രദ്ധിക്കുക, അതെങ്ങനെയാണ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 വരുന്നത്? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് u ഓഫ് n മൈനസ് 2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫൈനലി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വി വിൽ ഗെറ്റ് എ ടേം ദാറ്റ് ഈസ് 1/1 മൈനസ് സെറ്റ് റേസ് ടു -1 ഇങ്ങനൊരു ടേം വരും. ദിസ് ഇസ് ഇൻറ്റു സെറ്റ് റേസ് ടു -2 വരും. അത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. എക്സ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 1/1 മൈനസ് സെറ്റ് ഇൻവേഴ്സ് ആണ്. അത് എപ്പോഴാണ്? ഓൺലി ഈഫ് നമ്മുടെ മോഡ് എ ലെസ് ദാൻ 1 എന്നുള്ള കേസാണ്. ഇൻസ്റ്റെഡ് ഓഫ് മോഡ് എ ഇവിടെ എന്താണുള്ളത്? സെറ്റ് ഇൻവേഴ്സ് ആണ്. സോ മോഡ് സെറ്റ് ഇൻവേഴ്സ് ലെസ് ദാൻ 1. മോഡ് സെറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/സെറ്റ്, മോഡ് 1/സെറ്റ് ലെസ് ദാൻ 1, ദാറ്റ് ഈസ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1. അതാണ് അതിന്റെ ROC. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതിന്റെ ROC അവിടെ കിട്ടി. ഇനി സെക്കൻഡ് ടേം നോക്കിയേ. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ സെറ്റ് ബൈ z മൈനസ് 2/3 ആണ്. ഇതിനല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റെപ്പിലേക്കാണ് വരിക? 1/1 മൈനസ്
2/3 ഇൻറ്റു സെഡ് ഇൻവേഴ്സ് എന്നുള്ള ടേമാണ് കിട്ടുക അല്ലേ? ഇത് ഇവിടെ ശ്രദ്ധിക്കുക, 1/1 മൈനസ് 2/3 സെഡ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ടേമാണ് കിട്ടുക. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ എഴുതുക? ഓൺലി ഈഫ് മോഡ് എ ലെസ് ദാൻ 1 ആണ്. ഇൻസ്റ്റോ ഓഫ് എ അവിടെ എന്താണുള്ളത്? 2/3 ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ആണ്. സോ 2/3 ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ലെസ് ദാൻ 1. അതെങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു 1/z ലെസ് ദാൻ 1. അതിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു 1/z മോഡ് 2/3 ഇൻറ്റു 1/z ലെസ് ദാൻ 1 നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2/3 എന്ന് എഴുതിക്കൂടെ? ഈ സെറ്റിനെ മറ്റു സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2/3. സോ ദിസ് ഇസ് ROC2. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതാണ് ROC2. അപ്പൊ ROC1ഉം ROC2ഉം കിട്ടി. ROC1 എന്താണ്? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1. ROC2 എന്താണ്? മോഡ് സെറ്റ് ലെസ് ദാൻ 2/3. സോറി, മോഡ് സെറ്റ് ലെസ് ദാൻ അല്ലല്ലോ, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2/3. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2/3. അപ്പൊ രണ്ടെണ്ണം കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ കോമൺ ROC നോക്കുകയാണെങ്കിൽ ഒന്നെന്താണ്? സർക്കിൾ വിത്ത് റേഡിയസ് 1. അനദർ എന്താണ്? സർക്കിൾ വിത്ത് റേഡിയസ് 2/3 അല്ലേ? അപ്പം രണ്ടിൻ്റെ ഔട്ട് സൈഡേക്കാണ്, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആണ്, രണ്ടിൻ്റെ ഔട്ട് സൈഡേക്കാണ് ഇതുപോലെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ കോമൺ ROC എന്തായിരിക്കും? കോമൺ ROC എന്തായിരിക്കും? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ കോമൺ ROC എന്തായിരിക്കും? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കില്ലേ? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കില്ല. എന്തുകൊണ്ടാ? നമ്മൾ വരക്കുന്നത് ഒരു സർക്കിളിൻ്റെത് റേഡിയസ് 2/3 ആണ്, മറ്റേ സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്. ഓക്കെ, ഈ 2/3 ഔട്ട് സൈഡിലേക്കാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്, 1 ഔട്ട് സൈഡിലേക്കാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. കോമൺ റീജിയൻ ഓഫ് കൺവേർജൻസ് എങ്ങനെയാണ് വരിക? ഈ 2/3 ടു 1 വരെയുള്ള പ്ലേസിൽ 2/3 റീജിയൻ ഓഫ് കൺവേർജൻസ് മാത്രമേ ഉള്ളൂ, 1 ഇല്ല. ബട്ട് ഔട്ട് സൈഡ് ദ സർക്കിൾ വിത്ത് റേഡിയസ് 1 ബോത്ത് രണ്ടും കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടേമിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസും സെക്കൻഡ് ടേമിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസും കമ്പൈൻ ചെയ്യുന്നുണ്ട്. സോ കോമൺ ROC എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അത് ആണ് അതിന്റെ ROC വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങൾ അതിന്റെ ROC എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേമിൻ്റെത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 വരും, സെക്കൻഡ് ടേമിൻ്റെത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2/3 വരും. അത് തേർഡ് അല്ല, രണ്ടും കമ്പൈൻ ചെയ്ത് വരുന്ന ROC എന്ത് ചെയ്യുക? നിങ്ങൾ വരച്ച് നോക്കുക. എന്നിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 കമ്പൈൻഡ് അല്ലെങ്കിൽ കോമൺ ROC വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. ഈ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് തരാം, നിങ്ങൾ ചെയ്തിട്ട് വരിക. ഓക്കെ, ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ u of -n - 1, u of എന്ന് പറയുന്നത് ഒറ്റ ടേമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടെ ഈ ഫസ്റ്റ് ടേമിൽ u of എന്നൊരു ടേം വരുന്നില്ല. സോ അത് കൺവല്യൂഷൻ അല്ല. ഇപ്പൊ രണ്ട് സിഗ്നൽസ് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് സിഗ്നൽസ് വരുന്നുണ്ടെങ്കിലേ കൺവല്യൂഷൻ വരുള്ളൂ. ഇവിടെ ഈ ടേം എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോഎഫിഷ്യന്റ് ആണ് അല്ലെ? u of -n - 1 എന്ന് പറയുന്ന ഒരു സിഗ്നലിന്റെ മോഡിഫൈ ചെയ്യുന്ന ഒരു കോഎഫിഷ്യന്റ് ആണ് -n × 1/3 ഹോൾ റൈസ് ടു n. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണ്? കൺവല്യൂഷൻ അല്ല, പിന്നെ ഏത് പ്രോപ്പർട്ടിയാണ്? ഒന്ന് പ്രോപ്പർട്ടീസ് ഒക്കെ ഓർമ്മിച്ച് നോക്കിയേ. ഡിഫറൻസിയേഷൻ ഇൻ സെറ്റ് ഡൊമെയിൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ബൈ n ഇൻ ടൈം ഡൊമെയിൻ ഓർമ്മയുണ്ടോ? ഇതല്ലേ മൾട്ടിപ്ലിക്കേഷൻ ബൈ n ഇൻ ടൈം ഡൊമെയിൻ, ആ പ്രോപ്പർട്ടി അല്ലേ?
ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡിഫറൻസിയേഷൻ ഇൻ സെറ്റ് ഡൊമൈൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടൈം ഡൊമൈൻ ബൈ എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏതൊരു ഫോമിലാണുള്ളത്, നമുക്ക് അറിയുന്ന ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പം ഇത് മൈനസ് എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ, ഈ ടേമിലല്ലേ ഉള്ളത്, മൈനസ് എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എ ഇവിടെ എന്തൊക്കെയുള്ളത്, 1/3 ഹോൾ റൈസ് ടു എൻ ഉണ്ട്. പിന്നെ ഈ ഒരു ടേമിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൈനസ് എ റൈസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വണ്ണിന്റെ സെറ്റ് ട്രാൻസ്ഫോം നമുക്ക് അറിയാം. എന്താണ്, നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായില്ലേ, മൈനസ് എ റൈസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ. ഒന്ന് നോട്ട് നോക്കിയേ. ഓക്കെ, ഇനി അത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണത്. മൈനസ് എ റൈസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ് വരിക എന്ന് വെച്ചാൽ സെറ്റ് ബൈ സെറ്റ് മൈനസ് 1/3 വരും. ഓക്കെ, ഇതിൻ്റെ സെറ്റ് ബൈ സെറ്റ് മൈനസ് എ വരും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എ ഇവിടെ എന്താണുള്ളത്, 1/3 വരും. സോ ഇത് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1/3 വരും. ഓക്കെ, അത് ഇത്രയും ടേമിൻ്റെതാണ്. ഇനി അതിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഫോർത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആ പ്രോപ്പർട്ടി എന്തായിരുന്നു, ഇഫ് എക്സ് ഓഫ് എൻ സെറ്റ് ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് സെറ്റ് ദെൻ n ഇൻറ്റു എക്സ് ഓഫ് എൻ, അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എന്തായിരിക്കും, n ഇൻറ്റു എക്സ് ഓഫ് എൻ സെറ്റ് ട്രാൻസ്ഫോം ഈസ് മൈനസ് സെറ്റ് ഡി ബൈ ഡി സെറ്റ് ഓഫ് എക്സ് ഓഫ് സെറ്റ്. ഇതാണ് ആ പ്രോപ്പർട്ടി. ഓക്കെ, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കിട്ടും, എളുപ്പമാണ്. ഓക്കെ, ബിഫോർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ ഒന്ന് വേഗം എഴുതിയെടുക്കുക. ഓക്കെ, ആൻഡ് പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ് ഓൾസോ. ഈ ഒരു ടേബിൾ ഒന്ന് എഴുതിയെടുത്തേ. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് കോമൺ സീരീസ് ആണ്. ഡോ ഓഫ് എന്നിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം 1 ആണ്. അതിൻ്റെ ആർ ഒ സി എന്ന് പറയുന്നത് എൻ്റെ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് 0 ആൻഡ് ഇൻഫിനിറ്റി ആണ്. യു ഓഫ് എന്നിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 അല്ലെങ്കിൽ 1/1 മൈനസ് സെറ്റ് ഇൻവേഴ്സ്. നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ആർ ഒ സി പറയുന്നത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ ടേബിൾ ഒന്ന് വേഗം എഴുതിയെടുക്കുക. ഈ ടേംസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇവിടെ നോക്കൂ, മൈനസ് എ റൈസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ, അതിന്റെ വാല്യൂ എന്താണ്, സെറ്റ് ബൈ സെറ്റ് മൈനസ് എ ആണ്. ഓക്കെ, ആ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കോഫിഷ്യൻ വാല്യൂ ഉണ്ടാവും, 1/3 1/2 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ സെറ്റ് ബൈ സെറ്റ് മൈനസ് ദാറ്റ് വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഒന്ന് വേഗം എഴുതിയെടുക്കുക. അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1 അക്ഷയ്. ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ എവിടെയാ പോയേ? എപ്പോഴും ലേഗായിട്ടാണല്ലോ കയറുന്നതാണെന്ന്. വൈഷ്ണവ് സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടായിരുന്നോ? ഓക്കെ, റോൾ നമ്പർ 7. Okay, roll number 7 absent. All others are present. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ടേബിൾ ഒന്ന് വേഗം എഴുതിയെടുക്കുക. ഓക്കെ,
ഓക്കെ, ഇനി എഴുതിയെടുത്തില്ല ഞാനിത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇതിൻ്റെ PPT ഷെയർ ചെയ്ത് തരാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.